നിപ്പ ബാധിച്ചു മരിച്ച പാലക്കാട് ചങ്ങലേരി സ്വദേശിയുടെ മകനും നിപ്പ സ്ഥിരീകരിച്ചു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് നിപ്പ പോസിറ്റീവായത്. മരിച്ച വ്യക്തിയോടൊപ്പം ആശുപത്രിയിലുണ്ടായിരുന്നത് 32-കാരനായ മകനാണ്. അതേസമയം കേരളത്തിലെ നിപ്പയെ തുടർന്ന് തമിഴ്നാട് സർക്കാർ അതിർത്തിയിൽ പരിശോധന ആരംഭിച്ചു. സംസ്ഥാനത്ത് നിപ്പ ഭീതിയുടെ ആശങ്ക ഒഴിയുന്നില്ല. വീണ്ടും ആശങ്ക വരുത്തിക്കൊണ്ടാണ് പാലക്കാട് ഒരാൾക്ക് കൂടി നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 12-ാം തീയതി നിപ്പ ബാധിച്ച് മരിച്ച മണ്ണാർക്കാട് ചങ്ങിലേരി സ്വദേശിയുടെ 32 വയസ്സുള്ള മകനാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. പാലക്കാട് മെഡിക്കൽ കോളേജിലെ ഐസൊലേഷനിൽ കഴിയുന്ന യുവാവിന്റെ സ്രവം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് പോസിറ്റീവായത്. കൂടുതൽ പരിശോധനയ്ക്കായി സ്രവം പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. മരിച്ച 57-കാരനോടൊപ്പം ആശുപത്രിയിൽ ഉണ്ടായിരുന്നത് 32-കാരനായ മകനാണ്. എന്നാൽ 57-കാരന്റെ മരണത്തെ തുടർന്ന് യുവാവ് ക്വാറന്റൈനിൽ പോയതിനാൽ കൂടുതൽ ആളുകളുമായി സമ്പർക്കം ഉണ്ടായിട്ടുണ്ടാവില്ല എന്നാണ് ആരോഗ്യവകുപ്പ് കരുതുന്നത്. യുവാവിന്റെ സമ്പർക്ക പട്ടികയും റൂട്ട് മാപ്പും ഉടൻ തന്നെ പുറത്തുവിടും. കൂടാതെ കേരളത്തിൽ നിപ്പ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കേരള-തമിഴ്നാട് അതിർത്തിയിൽ തമിഴ്നാട് വാഹന പരിശോധന ആരംഭിച്ചു. വാളയാർ, ആനക്കട്ടി, മീനാക്ഷിപുരം, ഗോവിന്ദപുരം, വേലന്താവളം തുടങ്ങിയ ചെക്ക് പോസ്റ്റുകളിലാണ് പരിശോധന നടത്തുന്നത്. കൈരളി ന്യൂസ്, പാലക്കാട്.